ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കല്യാണം കഴിഞ്ഞ പിന്നെ നീ അവനെ മാറ്റിയെടുക്കണം. എന്നിട്ട് അവനെ ചൊൽപ്പടിയിലാക്കണം. അവിടെയാ നിന്റെ മിടുക്ക്. അതെ, അതൊക്കെ ഒരു പെണ്ണിനെ കൊണ്ട് ഈസി ആയിട്ട് സാധിക്കും. പിന്നെ നീ പറയാതെ ഫോൺ എടുക്കുക പോയിട്ട് വീടിന് പുറത്തേക്ക് പോലും പോകാത്ത വിധത്തിൽ നീ മാറ്റണം. ഈ പറയുന്ന പോലൊക്കെ നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്റെ ലൈഫല്ലേ നശിക്കുന്നേ. അതൊക്കെ നടക്കും. അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. അല്ലേ ഗിരിജ? പിന്നല്ലാതെ. എന്റെ മോളെ, വൃത്തിയല്ലാതെ അവനേക്കാളും കൊല കൊമ്പന്മാരായ പലരും ഭാര്യമാരുടെ പുറകെ വാലും ചുരുട്ടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നീ കുറച്ച് അഡ്ജസ്റ്റ് നിക്കണം. നിനക്ക് കയ്യില് വന്നിരിക്കുന്ന ഒരു മഹാഭാഗ്യം തന്നെയാ. വെറുതെ എടുത്ത് ചാടി അത് നഷ്ടപ്പെടുത്തരുത്. കണ്ടോ, അഞ്ജുവിന് വിവരമുണ്ട്. ഇങ്ങനെ വേണം ബുദ്ധിയുള്ള പെൺകുട്ടികൾ ചിന്തിക്കാൻ. അല്ലാതെ ഫോൺ എടുത്തില്ല, ചിരിച്ചു കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കിയല്ല. ഓ, ഇപ്പൊ അങ്ങനെയായോ? ഇപ്പൊ അമ്മ തന്നെയല്ലേ ബർത്ത്ഡേയുടെ അന്ന് പൃഥ്വി ഒഴിഞ്ഞു മാറി നടന്നു പറഞ്ഞത്? എന്താ അവള്? അതൊക്കെ സത്യമായിരിക്കും. പക്ഷെ അതിൽ വിഷമിക്കാതെ നിന്റെ സ്നേഹത്തിലൂടെ തന്നെ അവനെ നിന്റെ വഴിക്ക് കൊണ്ടുവരണം. അങ്ങനെ ബുദ്ധിയുള്ള പെൺകുട്ടികൾ ചെയ്യുന്നേ അല്ലേ നാത്തൂനെ? അതെ, നീ അവന്റെ പുറകെ നടക്കുന്നതിലല്ല, അവനെ കൊണ്ട് നിന്റെ പുറകെ നടത്തിക്കുന്നതല്ല നിന്റെ വിജയം. ഞാനിപ്പോ എന്താ വേണ്ടത്? അമ്മ അപ്പച്ചി പറയുന്ന പോലെ അങ്ങ് ചെയ്യാം. മിടുക്കി. ഇങ്ങനെ വേണം കാര്യപ്രാപ്തിയുള്ള പെൺകുട്ടികൾ പറയാൻ. കണ്ടോ, നീ പോയി സംസാരിക്കും. ആ പിന്നെ വഴക്കൊന്നും വേണ്ട, സ്നേഹത്തില് മതി അല്ലേ നാത്തൂനെ? അതെ അതെ, നീ വേഗം ഫോൺ എടുക്ക. പോ. അണ്ടർ കവർ പോലീസ് ടീമിലെ എല്ലാവരെയും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നാണ് പൂർണിമ ജോർജ് സാറിനോട് പറഞ്ഞത്. അല്ല, സാർ അപ്പൊ തന്നെ അത് പറ്റില്ല എന്നും പറഞ്ഞു. എന്തിനായിരിക്കും പൂർണിമ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരിക്കോ? അവരുടെ സംസാരത്തിൽ നിന്ന് രഹസ്യമായ എന്തെങ്കിലും ലക്ഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. താനെന്താടോ ഒന്നും പറയാത്തെ? തനിക്കെന്താ തോന്നുന്നേ? പൂർണിമ ചേച്ചി അത് നല്ല ഉദ്ദേശത്തിൽ തന്നെ പറഞ്ഞതാവും. ചാനലിന്റെ ആവശ്യത്തിന് വേണ്ടി എക്സ്ക്ലൂസീവായി അണ്ടർ കവർ പോലീസിനെ വെളിച്ചത്ത് കൊണ്ടുവരികയായിരിക്കും ചേച്ചിയുടെ ലക്ഷ്യം. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കും. അവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അവരുടെ ഈ അന്വേഷണം നമുക്ക് ദോഷം ചെയ്യും. അവരന്വേഷിക്കുന്നത് നമ്മളെയാണെന്ന് ഒരു സൂചന പോലും കിട്ടാൻ പാടില്ല. അതെ, ന്യൂസുകളുടെ പേരിൽ ചാനലുകൾ തമ്മിൽ വഴക്കടിക്കുന്ന ഈ കാലത്ത് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ ഒന്ന് സ്വന്തമാക്കാൻ അവർക്ക് 100 മാർഗങ്ങളുണ്ടാവും. ഇപ്പൊ ചേച്ചി ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമ്മളെയാണെങ്കിൽ ജോർജ് സാറിന്റെ മുന്നിൽ എത്തിയതുപോലെ വേറെയും വഴികൾ അവർ തേടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അതെ, നമ്മുടെ ഭാഗത്തെ ചെറിയ പാളിച്ചകൾ പോലും നമ്മളെ തന്നെ കാട്ടിക്കൊടുക്കുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ സംഭവിച്ച ഇതുവരെ നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും. ദുർഗ ടെൻഷനാവാതെ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല.